നമസ്കാരം. ഹാബിറ്റസ് പീഡിയയുടെ ഈ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സ് വീക്ക്ലി റൗണ്ടപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, കേരളം രാജ്യത്തെ ആദ്യ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് എന്ന്. അപ്പം അതിദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം പോവർട്ടി ആണ്. എക്സ്ട്രീം പോവർട്ടി. അപ്പം എക്സ്ട്രീം പോവർട്ടി ഇല്ലാത്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. എന്നാണ് പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളപ്പിറവി ദിനത്തിലാണ്. നവംബർ 1, 2025 കേരളം രാജ്യത്തെ ആദ്യത്തെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായിട്ട് പിണറായി വിജയൻ പ്രഖ്യാപിച്ചത്. രണ്ടാമത്തെ ചോദ്യം, സംസ്ഥാനത്തെ വനം വന്യജീവി ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേര്. അപ്പം സംസ്ഥാനത്തെ വനം വന്യജീവി ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ വനരക്ഷ. ഓപ്പറേഷൻ വനരക്ഷ ട്ടോ. അടുത്ത ചോദ്യം, കൃഷി വകുപ്പിന്റെ കീഴിൽ കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ്? അപ്പം കൃഷി വകുപ്പിന്റെ കീഴിൽ വരുന്ന ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ ആരംഭിക്കുന്നത് ആനയറയിലാണ്. തിരുവനന്തപുരത്തുള്ള ആനയറയിലാണ് കൃഷി വകുപ്പിന്റെ കീഴിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ ആരംഭിക്കുന്നത്. അടുത്ത ചോദ്യം, രാജ്യത്ത് ആദ്യമായി AI ടെക്നോളജിയിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ നടപ്പിലാക്കിയ പൊതുഗതാഗത സംവിധാനം. അത് KSRTC ആണ്. അപ്പം രാജ്യത്ത് ആദ്യമായിട്ട് AI ടെക്നോളജിയിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ നടപ്പിലാക്കിയ പൊതുഗതാഗത സംവിധാനം KSRTC ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ഡോക്ടർ പൽപ്പു ജന്മവാർഷിക ദിനം. അപ്പം ഡോക്ടർ പൽപ്പു എന്ന് പറയുന്നത് അറിയാലോ, SNDPയുടെയും അതുപോലെ തന്നെ ഈഴവ മെമ്മോറിയലിന്റെ ഒക്കെ ലീഡർ ആയിരുന്നു ഡോക്ടർ പൽപ്പു എന്ന് പറയുന്നത്. SNDP അതുപോലെ തന്നെ ഈഴവ മെമ്മോറിയൽ. അപ്പം ഇതുമായി സംബന്ധിച്ച ഒരു കീ ഫിഗർ ആണ് ഡോക്ടർ പൽപ്പു എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ജന്മവാർഷിക ദിനം നവംബർ 2 വരുന്നത്. അടുത്ത ചോദ്യം, സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾക്ക് മാത്രമായുള്ള പ്രത്യേക വാഹന രജിസ്ട്രേഷൻ സീരീസ്. അപ്പം സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു സീരീസ് കൊണ്ടുവന്നിട്ടുണ്ട്, വാഹന രജിസ്ട്രേഷന്റെ സീരീസ് നമ്പർ. അതാണ് KL90 എന്ന് പറയുന്നത്. അപ്പം അതിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊണ്ടുവന്ന സീരീസ് നമ്പേഴ്സ് ആണ് KL90യും അതുപോലെ തന്നെ KL90D സീരീസും. സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് KL90Aയും KL90E സീരീസും ആണ്. അതുപോലെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന് KL90Bയും KL90F സീരീസും ആണ്. സെമി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്ക് KL90C സീരീസ് ആണ്. അതുപോലെ KSRTC ബസ്സിന് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഓൾറെഡി അവർ KL15 സീരീസിലായിരുന്നു ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് KSRTC ബസ്സുകൾക്കുള്ള നിർദ്ദേശം. അപ്പം KSRTC സീരീസ് KL15 തന്നെ കണ്ടിന്യൂ ചെയ്യും. ബാക്കിയുള്ള എല്ലാ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾക്കും KL90 എന്ന് തുടങ്ങുന്ന സീരീസിലായിരിക്കും ഇനി നമ്പർ പ്ലേറ്റുകൾ അനുവദിച്ചു കൊടുക്കുക. അടുത്ത ചോദ്യം, ദ മാൻ ഹൂ ഫെഡ് ഇന്ത്യ. ദ മാൻ ഹൂ ഫെഡ് ഇന്ത്യ എന്ന് പറയുന്നത് ആരുടെ ജീവചരിത്ര ഗ്രന്ഥമാണ് എന്നാണ്. അപ്പം ദ മാൻ ഹൂ ഫെഡ് ഇന്ത്യ എന്ന് പറയുന്നത് MS സ്വാമിനാഥന്റെ ജീവചരിത്രമാണ്. MS സ്വാമിനാഥൻ ആരാണെന്ന് അറിയാലോ, ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ആണ് MS സ്വാമിനാഥൻ, ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. അപ്പം അദ്ദേഹത്തിന്റെ ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് പ്രിയംവദ ജയകുമാർ ആണ്. അത് പ്രകാശനം ചെയ്തിരിക്കുന്നത് കമൽഹാസൻ ആണ്. അപ്പം പുസ്തകം രചിച്ചത് പ്രിയംവദ ജയകുമാർ ആണ്, പ്രകാശനം ചെയ്തിരിക്കുന്നത് കമൽഹാസൻ ആണ്. അടുത്ത ചോദ്യം, കേരള ഗ്രാമീൺ ബാങ്കിന്റെ പുതിയ പേര്. അപ്പൊ കേരള ഗ്രാമീൺ ബാങ്കിന്റെ പുതിയ പേര്, ഈ ഗ്രാമീൺ എന്നുള്ളത് മാറ്റി കേരള ഗ്രാമീണ ബാങ്ക് എന്നാക്കി. അപ്പൊ കേരള ഗ്രാമീൺ ബാങ്കിന്റെ പുതിയ പേര് കേരള ഗ്രാമീണ ബാങ്ക് എന്നാക്കി. അടുത്ത ചോദ്യം, കേരള സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായ കേരള പുരസ്കാരങ്ങളുടെ കീർത്തിമുദ്ര രൂപകൽപ്പന ചെയ്തത് ആരാണ്? അപ്പം കേരള പുരസ്കാരങ്ങളുടെ കീർത്തിമുദ്ര രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഗോഡ്ഫ്രേ ദാസ് ആണ്. ഗോഡ്ഫ്രേ ദാസ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ AI ഇന്നൊവേഷൻ ഹബ്ബ് നിലവിൽ വരുന്നത് ഏത് ജില്ലയിലാണെന്നാണ്. അപ്പം കേരളത്തിലെ ആദ്യത്തെ AI ഇന്നൊവേഷൻ ഹബ്ബ് നിലവിൽ വരുന്നത് കോഴിക്കോടാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യമായി കുംഭമേളയ്ക്ക് വേദിയാകുന്നത്. അത് മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കടുത്തുള്ള തിരുനാവായ എന്ന് പറയുന്ന സ്ഥലത്താണ് കേരളത്തിൽ ആദ്യമായിട്ട് കുംഭമേളയ്ക്ക് വേദിയാകുന്നത്. ഇതല്ലാതെ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട 4 സ്ഥലങ്ങളിലാണ് കുംഭമേള നടക്കാറുള്ളത്. ഹരിദ്വാർ, ഉജ്ജയിൻ, നാഷിക്, പ്രയാഗ്രാജ്. കഴിഞ്ഞ വർഷം മഹാകുംഭമേള നടന്നത് പ്രയാഗ്രാജിലാണ്. അപ്പം ഒരു സ്ഥലത്ത് 12 വർഷത്തിൽ ഒരിക്കലാണ് കുംഭമേള നടക്കാറുള്ളത്. അങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ട് കുംഭമേളയ്ക്ക് വേദിയാകുന്നത് തിരുനാവായയാണ്. പിന്നെ തിരുനാവായയ്ക്ക് സമീപമുള്ള പുഴ ഭാരതപ്പുഴയാണ് കേട്ടോ, ഭാരതപ്പുഴ. അടുത്ത ചോദ്യം,
മക്കളുടെ ഭാവി ജീവിതത്തിന് അധിക സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്ന ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച പുതിയ നിക്ഷേപ പദ്ധതി. അപ്പം മക്കളുടെ ഭാവി ജീവിതത്തിന് അധിക സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച പുതിയ നിക്ഷേപ പദ്ധതിയുടെ പേരാണ് NPS വാത്സല്യ എന്ന് പറയുന്നത്. NPS വാത്സല്യ കേട്ടോ. അടുത്ത ചോദ്യം, തെലങ്കാനയിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ. അപ്പം തെലങ്കാനയിലെ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ മുഹമ്മദ് അസ്ഹറുദ്ദീൻ ആണ്. മുഹമ്മദ് അസ്ഹറുദ്ദീൻ. അടുത്ത ചോദ്യം, ചൈനീസ് അതിർത്തിയിൽ ഇന്ത്യ നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേര്. അപ്പം ചൈനീസ് അതിർത്തിയിൽ ഇന്ത്യ നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ് പൂർവി പ്രചണ്ഡ് പ്രഹാർ എന്ന്. പൂർവി പ്രചണ്ഡ് പ്രഹാർ കേട്ടോ. അടുത്ത ചോദ്യം, രാജ്യത്ത് ആദ്യമായി സർക്കാർ മേഖലയിൽ ന്യൂക്ലിയർ മെഡിസിൻ PG ആരംഭിക്കുന്നത്. അപ്പം രാജ്യത്ത് ആദ്യമായി സർക്കാർ മേഖലയിൽ ന്യൂക്ലിയർ മെഡിസിൻ PG ആരംഭിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. അടുത്ത ചോദ്യം, മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മാലിന്യമുക്ത നഗരമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ പ്രധാന നഗരം. അപ്പം കൊച്ചിയാണ് മാലിന്യമുക്ത നഗരമായിട്ട് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. അപ്പം കൊച്ചിയാണ് മാലിന്യമുക്ത നഗരം കേട്ടോ. അടുത്ത ചോദ്യം, 2025 നവംബറിൽ കൽമേഗി ചുഴലിക്കാറ്റ് വീശിയടിച്ച രാജ്യം. അത് ഫിലിപ്പൈൻസിലാണ്. അപ്പം 2025 നവംബറിൽ കൽമേഗി ചുഴലിക്കാറ്റ് വീശിയടിച്ചത് ഫിലിപ്പൈൻസിലാണ് കേട്ടോ. അടുത്ത ചോദ്യം, അമേരിക്കയിലെ ലോസ് ആഞ്ചലസിലെ അക്കാഡമി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ചിത്രം. അപ്പം അമേരിക്കയിലെ ലോസ് ആഞ്ചലസിലെ അക്കാഡമി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ചിത്രം എന്ന് പറയുന്നത് ഭ്രമയുഗമാണ്. ഭ്രമയുഗത്തിന്റെ ഡയറക്ടർ രാഹുൽ സദാശിവനാണ്. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ എല്ലാ രക്തബാങ്കുകളിൽ നിന്നും വിവരങ്ങൾ നൽകുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ. അപ്പോൾ സംസ്ഥാനത്തെ എല്ലാ രക്തബാങ്കുകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് നൽകുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയറിന്റെ പേരാണ് ജീവധാര. ജീവധാര കേട്ടോ. അടുത്ത ചോദ്യം, മിൽക്ക് സബ്സിഡി സ്കീം ആരംഭിച്ച സംസ്ഥാനം. അപ്പം ഇന്ത്യയിൽ മിൽക്ക് സബ്സിഡി സ്കീം ആരംഭിച്ച സംസ്ഥാനമാണ് ആസാം. ആസാമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ നിന്നും വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ വാർത്താവിനിമയ ഉപഗ്രഹം. അപ്പോൾ ഇന്ത്യയിൽ നിന്നും വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ വാർത്താവിനിമയ ഉപഗ്രഹമാണ് GSAT 7R CMS 03. ഏതാണ്? GSAT 7R CMS 03. അടുത്ത ചോദ്യം, 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ച വ്യക്തി. 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. ആലങ്കോട് ലീലാകൃഷ്ണൻ. അടുത്തത്, 4ാമത് ആഗോള മറൈൻ സമ്മേളനത്തിന് വേദിയാകുന്നത്. 4ാമത് ആഗോള മറൈൻ സമ്മേളനത്തിന് വേദിയാകുന്നത് കൊച്ചിയാണ്. കൊച്ചി. അടുത്ത ചോദ്യം, എവിടെയാണ് സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനുമായിട്ട് പിങ്ക് സഹേലി സ്മാർട്ട് കാർഡ്? പിങ്ക് സഹേലി സ്മാർട്ട് കാർഡ് 2025 നവംബറിൽ ആരംഭിച്ചത്. അപ്പം ഡൽഹിയിലാണ് പിങ്ക് സഹേലി സ്മാർട്ട് കാർഡ് 2025 നവംബറിൽ ആരംഭിച്ചിരിക്കുന്നത് കേട്ടോ. അത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഈയിടെ വിരമിച്ച 2 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ സ്വന്തമാക്കിയ ഇന്ത്യൻ ടെന്നീസ് ഇതിഹാസം. അപ്പം 2 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ സ്വന്തമാക്കിയ ഇന്ത്യൻ ടെന്നീസ് ഇതിഹാസം രോഹൻ ബൊപ്പണ്ണയാണ്. രോഹൻ ബൊപ്പണ്ണ. അപ്പോൾ ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ ടെന്നീസുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തിരിക്കുക. പിന്നെ രോഹൻ ബൊപ്പണ്ണയ്ക്ക് ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ ലഭിച്ചത് ഒന്ന് 2017 ഫ്രഞ്ച് ഓപ്പണിലും അതുപോലെ 2024 ഓസ്ട്രേലിയൻ ഓപ്പണിലുമാണ് കേട്ടോ. അടുത്ത ചോദ്യം, 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്നാണ്. KG ശങ്കരപിള്ളയ്ക്കാണ് 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനെ ഷോർട്ടായിട്ട് വിളിക്കുന്നത് KGS എന്നാണ്. അപ്പം 2025 എഴുത്തച്ഛൻ പുരസ്കാരം KG ശങ്കരപിള്ളയ്ക്കാണ്. ഇനി സ്പോർട്സിലേക്ക് വരുമ്പം 2025 ICC വുമൻസ് വേൾഡ് കപ്പിനെ കുറിച്ചുള്ള ഫാക്ട്സ് നോക്കാം. അപ്പം ചാമ്പ്യൻസ് ആയിരിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വിജയമാണ് ICC വുമൻസ് വേൾഡ് കപ്പിലെ. അതുപോലെ തന്നെ റണ്ണറപ്പ് ആയിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയാണ്. ഹോസ്റ്റിംഗ് നേഷൻസ് ആതിഥേയത്വം വഹിച്ചിരിക്കുന്നത് ഇന്ത്യയും ശ്രീലങ്കയാണ്. പിന്നെ ഇന്ത്യൻ ടീം ക്യാപ്റ്റന്റെ പേര് ഹർമൻപ്രീത് കൗർ. ഹർമൻപ്രീത് കൗർ ആണ് ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ. പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയിട്ട് വന്നിരിക്കുന്നത് ദീപ്തി ശർമ്മയാണ്. അതുപോലെ തന്നെ ഫൈനൽ മാച്ചിലെ പ്ലെയർ ഓഫ് ദ മാച്ച് ആയിട്ട് വന്നത് ഷെഫാലി വർമ്മയാണ്. ഷെഫാലി വർമ്മ. പിന്നെ അവസാനത്തെ ഫൈനലിന്റെ വെന്യൂ ആയത് നവി മുംബൈയിലെ DY പട്ടേൽ സ്റ്റേഡിയം ആണ്. DY പട്ടേൽ സ്റ്റേഡിയം നവി മുംബൈയിലായിരുന്നു ഫൈനൽ നടന്നത്. അപ്പോൾ ഇനി നമുക്ക് 55th സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിന്റെ ഡീറ്റെയിൽസ് നോക്കാം. 2024 മൂവീസിനാണ് ഈ വർഷം അവാർഡുകൾ ലഭിക്കുന്നത്. അപ്പം മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തത് മമ്മൂട്ടിയാണ്. അദ്ദേഹത്തിന്റെ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. മികച്ച നടി ഷംല ഹംസ. ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിനാണ് ഷംല ഹംസയ്ക്ക് മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ഷംല ഹംസയാണ്. അതുപോലെ തന്നെ മികച്ച ചിത്രം മഞ്ഞുമൽ ബോയ്സ്. അതിന്റെ സംവിധായകൻ ചിദംബരമാണ്. ചിദംബരം. മികച്ച രണ്ടാമത്തെ ചിത്രം ഫെമിനിച്ചി ഫാത്തിമ.
അതിൻ്റെ സംവിധായകൻ ഫാസിൽ മുഹമ്മദ് ആണ്. അതുപോലെ തന്നെ മികച്ച സംവിധായകൻ മഞ്ഞുമൽ ബോയ്സിന്റെ സംവിധായകനായിട്ടുള്ള ചിദംബരമാണ്. മികച്ച നവാഗത സംവിധായകൻ ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകനായിട്ടുള്ള ഫാസിൽ മുഹമ്മദ് ആണ്. പിന്നെ ജനപ്രിയ ചിത്രം ആയിട്ട് തിരഞ്ഞെടുത്തത് പ്രേമലു ആണ്. അതിന്റെ സംവിധായകൻ ഗിരീഷ് ഏടിയാണ്. അടുത്തതായിട്ട് മികച്ച സ്വഭാവ നടൻ മഞ്ഞുമൽ ബോയ്സിലെ അഭിനയത്തിന് സൗബിൻ ഷാഹിറിനും അതുപോലെ തന്നെ ഭ്രമയുഗത്തിൽ അഭിനയത്തിന് സിദ്ധാർത്ഥ് ഭരതനും രണ്ടുപേർക്കാണ് മികച്ച സ്വഭാവ നടനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്. പിന്നെ മികച്ച സ്വഭാവ നടി ലിജോമോൾ ജോസ്, നടന്ന സംഭവം എന്ന് പറയുന്ന മൂവിയിലെ അഭിനയത്തിനാണ് ലിജോമോൾ ജോസിന് മികച്ച സ്വഭാവ നടിക്കുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്. മികച്ച ഛായാഗ്രഹണം ഷൈജു ഖാലിദ്, മഞ്ഞുമൽ ബോയ്സിലെ ഛായാഗ്രാഹകനാണ് ഷൈജു ഖാലിദ്. അതുപോലെ മികച്ച തിരക്കഥ ചിദംബരം, മഞ്ഞുമൽ ബോയ്സിന്റെ തിരക്കഥാകൃത്ത് ചിദംബരമാണ്. ചിദംബരത്തിന്റെ പിക്ചറാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണ് ചിദംബരം. പിന്നെ മികച്ച സംഗീത സംവിധായകൻ സുഷിൻ ശ്യാമാണ്. മഞ്ഞുമൽ ബോയ്സും അതുപോലെ തന്നെ ബൊഗെയിൻവില്ല എന്ന് പറയുന്ന മൂവിക്കും സംഗീത സംവിധാനം നടത്തിയത് സുഷിൻ ശ്യാമാണ്. മികച്ച ഗാനരചയിതാവ് വേടൻ, അദ്ദേഹത്തിന്റെ ഗാനം എന്ന് പറയുന്നത് മഞ്ഞുമൽ ബോയ്സിലെ കുതന്ത്രം എന്ന് പറയുന്ന ഗാനത്തിനാണ് മികച്ച ഗാനരചയിതാവിനുള്ള അവാർഡ് വേടന് ലഭിച്ചിരിക്കുന്നത്. അടുത്തത് മികച്ച ഗായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് KS ഹരിശങ്കർ ആണ്. ARM എന്ന് പറയുന്ന മൂവിയിലാണ് അദ്ദേഹം പാടിയത്. അതുപോലെ തന്നെ മികച്ച ഗായിക സെബ ടോമി, ആ എന്ന് പറയുന്ന ചിത്രത്തിൽ പാടിയതിനാണ് സെബ ടോമിക്ക് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. മികച്ച കഥ പ്രസന്ന വിതാനഗെ, പാരഡൈസ് എന്ന് പറയുന്ന മൂവിക്കാണ് അദ്ദേഹം കഥ എഴുതിയിരിക്കുന്നത്. പ്രസന്ന വിതാനഗെ ഒരു ശ്രീലങ്കൻ ഫിലിം മേക്കറാണ്. അതുപോലെ മികച്ച VFX ARMനാണ് ലഭിച്ചിരിക്കുന്നത്. ARM എന്ന് പറയുന്ന ചിത്രത്തിനാണ്. അടുത്തത് സ്ത്രീ ട്രാൻസ്ജെൻഡർ വിഭാഗം പ്രത്യേക അവാർഡ് ലഭിച്ചിരിക്കുന്നത് പായൽ കപാഡിയയ്ക്കാണ്. പായൽ കപാഡിയ ഡയറക്ട് ചെയ്ത ചിത്രം പ്രഭയായി നനച്ചതെല്ലാം എന്ന് പറയുന്നതാണ്, ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ആ മൂവി എന്ന് പറയുന്നത് 77ാമത് കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുക്കുകയും കൂടാതെ ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് നേടുകയും ചെയ്ത ഒരു ചിത്രമാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മികച്ച ചിത്ര സംയോജനം സൂരജ് ES, കിഷ്കിന്ദ കാണ്ഡം എന്ന് പറയുന്ന മൂവിക്കാണ് സൂരജ് ESന് മികച്ച ചിത്ര സംയോജനത്തിനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്. മികച്ച കലാ സംവിധാനം അജയൻ ചാലിശ്ശേരി, മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ചിത്രത്തിനാണ്. ഇനി മികച്ച പശ്ചാത്തല സംഗീതത്തിന്റെ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഭ്രമയുഗത്തിലെ പശ്ചാത്തല സംഗീതത്തിന് ക്രിസ്റ്റോ സേവ്യറിനും അതുപോലെ മികച്ച വസ്ത്രാലങ്കാരത്തിന്റെ അവാർഡ് രേഖാചിത്രം ബൊഗെയിൻവില്ല തുടങ്ങിയ സിനിമകളിലെ വസ്ത്രാലങ്കാരത്തിന് സമീറ സനീഷിനും. പിന്നെ പ്രത്യേക ജൂറി പരാമർശം അഭിനേതാക്കൾക്ക് ലഭിച്ചിരിക്കുന്നത് ടൊവിനോ തോമസിന്, ARMൽ അഭിനയത്തിന്, കിഷ്കിന്ദ കാണ്ഡത്തിൽ അഭിനയത്തിന് ആസിഫ് അലി, പാരഡൈസിൽ അഭിനയത്തിന് ദർശന രാജേന്ദ്രൻ, ബൊഗെയിൻവില്ലയിൽ അഭിനയത്തിന് ജ്യോതിർമയി എന്നിവർക്കാണ്. അതുപോലെ പ്രത്യേക ജൂറി പരാമർശം ലഭിച്ച സിനിമ എന്ന് പറയുന്നത് പ്രസന്ന വിതാനഗെയുടെ പാരഡൈസ് എന്ന് പറയുന്ന മൂവിയാണ്. അപ്പം ഈ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ കൺസിഡർ ചെയ്യുക. ഓൾസോ നിങ്ങളുടെ കമൻറ്റ്സ്, സജഷൻസ്, ഫീഡ്ബാക്സ്, പിന്നെ അതുപോലെ ഡൗട്ട്സ്, ക്ലാരിഫിക്കേഷൻസ് എന്തുണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. Happy learning with Habitus.